Hi friends, welcome to Amazing Cooking. ഇന്ന് സ്പെഷ്യൽ ടൈപ്പ് ചായ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ജിഞ്ചർ ടീ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ജിഞ്ചർ ടീ ഉണ്ടാക്കാൻ ആവശ്യമായത് 1 കപ്പ് വെള്ളമാണ്. എത്ര വെള്ളം എടുത്തു വെക്കുന്നോ അതിന്റെ പകുതിയാണ് പാൽ നമുക്ക് ആവശ്യം. അപ്പോൾ ഇവിടെ 1/2 കപ്പ് നല്ല ചൂടുള്ള പാലാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ചായ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചൂട് പാൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് ചായക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. മധുരം നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ചായപ്പൊടി. ചായപ്പൊടിയും കടുപ്പം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പൊടി ചേർത്ത് കൊടുക്കുക. ഇവിടെ പ്രധാനമായും ഞാൻ ശ്രദ്ധിക്കുന്നത് ജിഞ്ചറിൻ്റെ അളവാണ്. 1 കപ്പ് ജിഞ്ചർ ടീ ഉണ്ടാക്കാനായിട്ട് 2 ചെറിയ കഷ്ണം ജിഞ്ചറാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ജിഞ്ചർ നമ്മുടെ ഇഞ്ചി. അപ്പോൾ ഈ ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചിട്ട് വരാം. എന്നിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക. വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ വെള്ളം നന്നായി ചൂടായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഇത് തിളക്കാൻ നിൽക്കണ്ട, ചെറുതായിട്ട് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴാണ് നമ്മൾ പൊടി ഇട്ട് കൊടുക്കേണ്ടത്. തിളയ്ക്കുന്നതിന് മുന്നേ പൊടി ഇടാൻ പാടില്ല, അപ്പോൾ ചായക്ക് ടേസ്റ്റ് കുറയും. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും ചായപ്പൊടിയും നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വന്നിട്ട് മാത്രമേ നമ്മൾ പാലൊഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ചായ നന്നായി തിളച്ച് ചായയുടെ കറയൊക്കെ നന്നായിട്ട് ഇളകണം. ആ സമയത്ത് നമ്മൾ പാലൊഴിച്ച് കൊടുക്കും. ഇതൊരു 2 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ കൊടുത്തേക്കണം. ഇപ്പോൾ ചായ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ചായപ്പൊടിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കണം. പാല് ചേർത്തതിന് ശേഷം ഇത് 1 മിനിറ്റ് എങ്കിലും നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. എങ്കിൽ മാത്രമാണ് പാല് ചായയുമായിട്ട് നന്നായിട്ട് മിക്സ് ആവുകയുള്ളൂ. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചായ നന്നായി തിളച്ചിട്ടുണ്ട്. പാലും ചായയും ഒക്കെയും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നാൽ മാത്രമാണ് ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ടീ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയായ ഈ ചായ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അതേസമയം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം ഞാൻ വരുന്നവരേക്കും ബൈ ബൈ.